ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരെയും താല്പര്യമുള്ളവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം അതിന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുകയാണ്. ഉച്ചക്ഷേത്രത്തിൽ അതിബലവാനായ വ്യാഴം എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവെ ഗുണഫലങ്ങളാണ് ചെയ്യുക. ഒരു നക്ഷത്രക്കാർക്കും ദോഷഫലങ്ങൾ ചെയ്യുന്നതല്ല. പുത്രകാരകനും ബുദ്ധികാരകനും ധനകാരകനുമാണ് വ്യാഴം. കൂടാതെ ധാരാളം ഗുണഫലങ്ങൾ വ്യാഴത്തെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശുഭഫലങ്ങൾ ധാരാളം പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള വ്യാഴം തന്റെ ഉച്ചസ്ഥിതി മൂലം എല്ലാ ദുരിതങ്ങളെയും വിട്ടൊഴിയുന്നതിന് നമ്മളെ സഹായിക്കും. സ്വർണം, ധനസമ്പാദനം, ബുദ്ധി, കീർത്തി, പുത്രൻ, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, സൽപ്രവൃത്തി, സുഖ സൗഭാഗ്യാദികൾ, ബന്ധുക്കൾ, ദയ, ദൈവഭക്തി തുടങ്ങി നിരവധി സാത്വിക കാര്യങ്ങളെ ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ്. ശുഭഫലങ്ങൾ ധാരാളം പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി എല്ലാ ദുരിതങ്ങളെയും വിട്ടൊഴിയുന്നതിന് നമ്മെ സഹായിക്കും. ഇടവക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, അര എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ ഉൾപ്പെടുന്നത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഉച്ചസ്ഥനായ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 3-ാം ഭാവത്തിലാണ്. ധൈര്യം, വീര്യഞ്ച, ദുർവൃത്തി, സഹോദര പരാക്രമോ, ദക്ഷകർണ സഹായോച ചിന്തനീയ തൃതീയത എന്നാണ് പ്രമാണം. സഹോദരന്മാര്, ഭൃത്യന്മാര്, പരിശ്രമം, ധൈര്യം, വീര്യം, ദുർവൃത്തി, സഹായം ഇതൊക്കെ 3-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. 3-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി വ്യാഴം നിൽക്കുന്നത് മൂലം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൂടുതൽ അഭിവൃദ്ധിയും ഗുണഫലങ്ങളും ഈ കുറുകാർക്ക് ലഭിക്കും. സഹോദരന്മാരെ സംബന്ധിച്ച് നല്ല നിലയിലാകുക, സഹോദരന്മാരെ കൊണ്ട് കൂടുതൽ സഹായങ്ങൾ ലഭിക്കുക, അതുപോലെ പരിശ്രമം കൂടുതലായിട്ട് ചെയ്യുവാനുള്ള മനസ്സ് ഉണ്ടാകുക, ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുവാനുള്ള ധൈര്യം വർദ്ധിക്കുക, പരാക്രമം ചെയ്യുവാൻ ഒരു മടിയും ഇല്ലാതിരിക്കുക, എല്ലാ ഭാഗത്തു നിന്നും സഹായം ലഭിക്കുക, ഇതൊക്കെ 3-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി വ്യാഴം നിൽക്കുന്നത് കൊണ്ട് അനുഭവപ്പെടുന്ന ഗുണങ്ങളാണ്. വളരെ കാലമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ 3-ാം ഭാവത്തിലെ ഉച്ചസ്ഥിതി മൂലം എല്ലാ മേഖലയിൽ നിന്നും സഹായം ലഭിക്കുകയും ആത്മധൈര്യം വർദ്ധിക്കുകയും ഏത് കാര്യവും ചെയ്യുവാനുള്ള മനസ്സ് ഉണ്ടാകുകയും ചെയ്യുന്നതോടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. അഭിനേതാക്കള്, സംഗീതജ്ഞന്മാര് തുടങ്ങിയവർക്കൊക്കെ അവരുടെ മേഖലയിൽ വലിയ ഉയർച്ച 3-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം അനുഭവപ്പെടും. വാക്കും പ്രവൃത്തിയും വളരെ നന്നാവുകയും ഏതു കാര്യത്തിനും കൂടുതൽ ഉത്സാഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. സഹോദരന്മാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും എന്നത്തേക്കാൾ ഉപരിയായ സഹായങ്ങൾ ഈ കൂറുകാർക്ക് ലഭിക്കും. വ്യാഴത്തിന് 7-ലേക്കുള്ള ദൃഷ്ടിക്ക് പുറമെ 5-ലേക്കും 9-ലേക്കും വിശേഷ ദൃഷ്ടിയുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. 7-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ കൂറുകാരെ സംബന്ധിച്ച് 9-ാം ഭാവത്തിലാണ് അനുഭവപ്പെടുന്നത്. 9-ാം ഭാവം ഭാഗ്യ സ്ഥാനമാണ്, ഗുരു സ്ഥാനമാണ്. ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുതാത്മജ ദാനോപാസന സൗശീല്യ ഗുരവോ നവമാദമി എന്നാണ് പ്രമാണം. ഭാഗ്യത്തെയും ധർമ്മത്തെയും തപസ്സിനെയും പിറന്ന സന്താനങ്ങളെയും ദാനത്തെയും ദൈവഭക്തിയെയും ഗുരുവിനെയും ഒക്കെ ചിന്തിക്കുന്നത് 9-ാം ഭാവം കൊണ്ടാണ്. ഈ ഭാവത്തിൽ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടൊക്കെ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ 3-ലെ ഉച്ചസ്ഥിതി മൂലം അനുഭവപ്പെടും. കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് വന്നു ചേരും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ ഇവരെ കൊണ്ട് ഇടയാകും. ഭൂമി വാങ്ങുവാനും വാഹനം വാങ്ങുവാനും വീട് വയ്ക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. 2026 ജൂൺ 2 മുതൽ 2027 ജൂൺ മാസം 27 വരെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം തന്റെ അതിചാരം മൂലം 2.5 മാസക്കാലം ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്ന ഒഴിച്ചാൽ 10 മാസക്കാലം ഉച്ചസ്ഥനായിട്ടാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. പിതാവിനെ സംബന്ധിച്ച് കൂടുതൽ ആരോഗ്യം അനുഭവപ്പെടും. ഗുരുവിനെ കൊണ്ട് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. പൂർവ്വ സ്വത്തുക്കൾ ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ്.
പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനും അതിലൂടെ കൂടുതൽ ജീവിത വിജയങ്ങൾ നേടുന്നതിനും ഈ കൂറുകാർക്ക് ഇടയാകും. ഈശ്വരഭക്തിയും വിശ്വാസവും കൂടുതലായി പ്രകടിപ്പിക്കുന്നതിനും ജീവിതത്തെ ആ രീതിയിൽ ക്രമീകരിക്കുന്നതിനും ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്ത് കൂടുതൽ ഈശ്വരാധീനം നേടുന്നതിനും അതിലൂടെ ജീവിത വിജയം നേടുന്നതിനും ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി സഹായിക്കും. തങ്ങളുടെ സന്താനങ്ങളെ കുറിച്ചുള്ള എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യം, വിവാഹ കാര്യം, ഉദ്യോഗ കാര്യം, ഇതിലൊക്കെ അനുകൂലമായ ഫലങ്ങൾ ഒരു വർഷക്കാലത്തിനുള്ളിൽ അനുഭവപ്പെടുന്നതാണ്. തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കുവാൻ 9ാം ഭാവത്തിലേക്കുള്ള ഉച്ചസ്ഥനായ വ്യാഴദൃഷ്ടി സഹായിക്കും. 5ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നത് 7ാം ഭാവത്തിലാണ്. വിവാഹ മദനാലോക ഭാര്യാഭർത്തൃ സമാഗമ ശയ്യ സ്ത്രീസത്മ നഷ്ടാർത്ഥ മൈഥുനാന്യപി സപ്തമാൽ എന്നാണ് പ്രമാണം. ഭാര്യ, ഭർത്താവ്, വിവാഹം, വരവ്, പോക്ക്, ശയനോപകരണങ്ങള്, ഭാര്യയുടെ വീട്, നഷ്ടധനം, ഇതിനെയൊക്കെ ചിന്തിക്കുന്നത് 7ാം ഭാവം കൊണ്ടാണ്. ഈ ഭാവത്തിലേക്ക് ഉച്ചസ്ഥനായ വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ കാര്യങ്ങൾക്കെല്ലാം വലിയ പുഷ്ടി അനുഭവത്തിൽ വരുത്തും. വളരെ കാലമായി വിവാഹം ആലോചിച്ചിട്ട് വിവാഹം നടക്കാത്തവർക്ക് മനസ്സിലിണങ്ങിയ രീതിയിലുള്ള ഒരു വിവാഹം ഉടനെ വന്നു ചേരും. അതുപോലെ ഭാര്യാസുഖവും ഭർത്തൃസുഖവും ഒക്കെ കൂടുതലായി ഈ ഒരു വർഷക്കാലം അനുഭവിക്കുവാൻ ഈ കൂറുകാർക്ക് യോഗമുണ്ട്. യാത്രകൾ കൊണ്ട് കൂടുതൽ ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരും. വള്ളക്കാലമായി വിദേശത്തും മറ്റും കുടുങ്ങിക്കിടക്കുന്നവർക്ക് തിരികെ എത്തുവാനുള്ള അനുകൂല സാഹചര്യം വന്നു ചേരും. വിദേശത്ത് ജോലിക്കോ പഠനത്തിനോ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സഫലമാകും. കൂടുതൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ശയനോപകരണങ്ങൾ വാങ്ങുവാനും അതൊക്കെ ഉപയോഗിക്കുവാനും അവസരം ലഭിക്കും. ഒരിക്കലും തിരികെ ലഭിക്കുകയില്ല എന്ന് കരുതിയിരുന്ന നഷ്ടവസ്തുക്കളും ധനവും വളരെ വേഗത്തിൽ അനായാസേന തിരികെ ലഭിക്കും. ദമ്പതിമാർക്കിടയിൽ വളരെ ദൃഢമായ ദാമ്പത്യ ബന്ധം നിലവിൽ വരും. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അകന്നു കഴിയേണ്ടി വന്നിട്ടുള്ള ദമ്പതിമാർക്ക് ഒന്നിച്ചു ചേരുവാനുള്ള അവസരം വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം ഈ കൂറിൽപ്പെട്ട ദമ്പതിമാർക്ക് അനുഭവപ്പെടും. 3ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ 9ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 11ാം ഭാവത്തിലാണ് അനുഭവപ്പെടുന്നത്. 11ാം ഭാവം സർവാഭീഷ്ട സ്ഥാനമാണ്, ലാഭസ്ഥാനമാണ്. എല്ലാവിധ അഭീഷ്ടങ്ങളും അതുപോലെ ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും അനുഭവപ്പെടുവാൻ 11ാം ഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി ഈ കൂറുകാരെ സഹായിക്കും. സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠഭ്രാത ജാതാനിജാത്മജ വാമകർണ അർത്ഥലാഭശ്ച ചിന്ത്യോഹ്യ ഏകാദശേനതി എന്നാണ് പ്രമാണം. സർവാഭീഷ്ടങ്ങളെയും ചിന്തിക്കുന്ന ഭാവമാണ് 11ാം ഭാവം. അവിടെ ബലവാനായ വ്യാഴത്തിന്റെ ദൃഷ്ടി സർവാഭീഷ്ടങ്ങളും വന്നു ഭവിക്കുന്നതിന് കാരണമാകും. അതുപോലെ മൂത്ത സഹോദരനെ കൊണ്ട് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. തങ്ങൾക്ക് ജനിച്ചിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഭവപ്പെടും. ആ സന്താനങ്ങളെ കൊണ്ട് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറിൽപ്പെട്ട രക്ഷിതാക്കൾക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ വിവിധ മേഖലയിൽ നിന്നും ധനലാഭവും ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. 11ാം ഭാവത്തിലെ വ്യാഴദൃഷ്ടി ഈ കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ സഹായിക്കും. വാഹനം വാങ്ങുവാനും വസ്തു വാങ്ങുവാനും വീട് പണിയുവാനും ഉദ്യോഗം ലഭിക്കുവാനും ഒക്കെ അനുകൂലമായ സമയമാണ്. 7ാം ഭാവത്തിലേക്കും 9ാം ഭാവത്തിലേക്കും 11ാം ഭാവത്തിലേക്കും ബലവാനായ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്ന ഈ കൂറുകാർ തികച്ചും ഭാഗ്യാനുഭവങ്ങളുടെ തേരിലാണ് ഒരു വർഷക്കാലം സഞ്ചരിക്കാൻ പോകുന്നത്. ഈ കൂറിൽപ്പെട്ട എല്ലാവർക്കും ഉച്ചസ്ഥനായ വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സർവ്വവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.